പത്തനംതിട്ട, റാന്നി, ആറന്മുള മേഖലകളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ തിരുവല്ലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതേസമയം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പത്തനംതിട്ടയിലെത്തും. ആറന്മുളയിലെയും റാന്നിയിലെയും ദുരിതബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. പ്രസാദ് എം.ജി. ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. പല മേഖലകളിൽ നിന്നും വെള്ളമടക്കം ഇറങ്ങി തുടരുന്ന സാഹചര്യമാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിലെ ഇന്നലെ ഇന്നുമായിട്ട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള നിലവിലെ സാഹചര്യമാണ് ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. കിഴക്കുന്ന അതായത് മലയോര മേഖലയിൽ നിന്നും വരുന്ന പമ്പാ നദിയിലെയും അച്ചൻകോവിലെയും മണമലയാറ്റിലെയും ഒഴുക്കിന് അല്പം ആശ്വാസം ഉണ്ടെങ്കിലും നിലവിൽ വെള്ളം വളരെയധികം സാവധാനത്തിലാണ് താഴ്ന്നു പോകുന്നത്. ആറന്മുള താലൂക്കിലെ കോഴഞ്ചേരി, മല്ലപ്പുഴശ്ശേരി, തോട്ടപ്പുഴശ്ശേരി, ആറന്മുളയിലെ വിവിധ പ്രാന്തപ്രദേശങ്ങൾ ഇവിടെയൊക്കെ ഇപ്പൊ തന്നെ റോഡിലെ വെള്ളം ഒരടിയോളം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. വെള്ളം വളരെയധികം സാവധാനത്തിലാണ് ഇറങ്ങുന്നത്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് കാരണമായിട്ട് ഈ ക്യാമ്പിൽ ഉള്ള അഭയാർത്ഥികളും മറ്റും ഒറ്റപ്പെട്ട് കഴിയുന്നവരൊക്കെ പറയുന്നത്. ഇതിന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വെള്ളം പടിഞ്ഞാറോട്ട് ഒഴുകി തോട്ടപ്പള്ളി സ്പിൽവേയിൽ ചെന്നതിന് ശേഷം ഇത് കടലിലേക്കാണ് ഇത് പോകേണ്ടത്. അപ്പൊ അവിടം മുതലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് കാലാകാലങ്ങളിൽ ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള ചെറിയ തോടുകളും മറ്റ് കൈത്തോടുകളും പായലും മറ്റുമൊക്കെ കൂടിക്കിടക്കുന്നതിനാലുള്ള ഒരു അസൗകര്യമാണ് ഈ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകാൻ. 2018 ആ മഹാപ്രളയത്തിൽ ഒരു 3 ദിവസം ആകാശം ഒന്ന് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് വെള്ളം പെട്ടെന്ന് തന്നെ നദിയിൽ നിന്ന് വലിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ഈ പുതിയ ഈ ശനിയാഴ്ച ഉണ്ടായിട്ടുള്ള ഈ വെള്ളത്തിൽ നദിയിൽ വളരെയധികം സാവധാനത്തിലാണ് വെള്ളം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ റാന്നിക്ക് അല്പം ആശ്വാസം ഉണ്ടെങ്കിലും ആറന്മുളയിലെ വിവിധ സ്ഥലങ്ങൾ ഇപ്പോഴും പ്രളയ സമാനമായി തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആറന്മുളയിലായിരിക്കും ആദ്യം സന്ദർശിക്കാൻ എത്തുന്നത്. അദ്ദേഹം ഏത് ഭാഗത്ത് എങ്ങനെ റോഡ് മാർഗം എത്തുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് റോഡ് മാർഗം എത്തുകയാണെങ്കിൽ അടൂരിൽ എത്തിയതിനു ശേഷം ഒന്നിൽ സംസ്ഥാന ഈ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ എത്തി പത്തനംതിട്ടയിൽ നിന്നും ആണ് ആറന്മുളയിൽ എത്തേണ്ടത്. നേരത്തെ ആണെങ്കിൽ അടൂര് പന്തളം വഴി നമുക്ക് ആറന്മുളയിലേക്ക് എത്താൻ എളുപ്പ മാർഗ്ഗം വരും. പക്ഷെ ആ പന്തളം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന കിടങ്ങന്നൂര്, നാക്കാലിക്കൽ, ആറന്മുളയുടെ കയറുന്ന ആ റോഡുകളിലെല്ലാം ഇപ്പോഴും ആ റോഡിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ്, ഹെലികോപ്റ്ററിലാണോ അതോ കാർ മാർഗമാണോ നമുക്കിതുവരെ തീരുമാനിച്ചിട്ടില്ല. എങ്കിലും ഈ പ്രളയബാധിത പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. ആറന്മുളയിലാണ് എത്തുന്നത്. അതിനുശേഷമായിരിക്കും റാന്നിയിൽ എത്തുന്നത്. നിലവിലിപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ശക്തമായിട്ടുള്ള മഴയ്ക്ക് അല്പം ആശ്വാസമുണ്ട്. നദിയിലെ ജലനിരപ്പ് വളരെ സാവധാനത്തിലാണ്. അങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാർത്തു. ശരി, പ്രസാദ് എം.ജി. ആണ് വിവരങ്ങൾ നൽകിയത്.